വീരപ്പൻ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കുപ്രസിദ്ധനായ കൊള്ളക്കാരൻ. തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ അയാൾ ബേസ് ക്യാമ്പ് സ്ഥാപിച്ചുകൊണ്ട് തന്റെ ക്രിമിനൽ ജീവിതത്തിലുടനീളം കിഡ്നാപ്പിംഗ്, കൊലപാതകം, പിടിച്ചുപറി, ചന്ദനക്കടത്ത്, ആനവേട്ട എന്നിവയുൾപ്പെടെ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. അയാളുടെ ക്രൂരമായ പ്രവർത്തനങ്ങളിൽ 184 പേരുടെ ജീവനും പൊലിഞ്ഞു. അതിൽ 97 പേർ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഓഫീസർമാരും ആയിരുന്നു. കൂടാതെ പ്രധാനമായും ആനക്കൊമ്പിന്റെ പേരിൽ 2000-ഓളം ആനകളെ കൊന്നതിനും അയാൾ ഉത്തരവാദിയായിരുന്നു. കുപ്രസിദ്ധി ഉണ്ടായിരുന്നിട്ടും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ അദ്ദേഹം സഹായിച്ചുവെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നതിനാൽ ചിലർ അദ്ദേഹത്തെ ആധുനിക കാലത്തെ ഇന്ത്യയുടെ റോബിൻഹുഡ് ആക്കി കണക്കാക്കി. 1952 ജനുവരി 18-ന് കർണാടകയിലെ ഗോപിനാഥത്ത് ഒരു ശൈവ വണ്ണിയാർ കുടുംബത്തിലാണ് കൂസ് മുനുസ്വാമി എന്ന വീരപ്പൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവും മറ്റു ബന്ധുക്കളും വേട്ടക്കാരും കള്ളക്കടത്തുകാരുമായി അറിയപ്പെട്ടിരുന്നതിനാൽ വീരപ്പനും 10 വയസ്സുള്ളപ്പോൾ തന്നെ ആ മേഖലയിലേക്ക് തിരിഞ്ഞു. വീരപ്പൻ തന്റെ 10-ാം വയസ്സിൽ തന്റെ ആദ്യ മൃഗഹത്യ നടത്തി. വീരപ്പന്റെ പശ്ചാത്തലം ദാരിദ്ര്യത്തിൽ വേരൂന്നിയതായിരുന്നു. ഇത് നിരാലംബർക്ക് നീതിയില്ലെന്ന തോന്നലിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനുമായി അദ്ദേഹത്തിന് വളരെ മോശം അനുഭവമുണ്ടായിരുന്നു. അത് എല്ലാ സർക്കാർ ജീവനക്കാരോടും അദ്ദേഹത്തിന് കടുത്ത വെറുപ്പ് വളർത്താൻ കാരണമായി. പിന്നീട് വേട്ടയാടലിലും ചന്ദനക്കടത്തിലും കുപ്രസിദ്ധനായ അമ്മാവൻ സാൽവായ് ഗൗണ്ടറിനെ അദ്ദേഹം സഹായിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ വീരപ്പൻ ചന്ദനം, ആനക്കൊമ്പ് എന്നിവയുടെ കള്ളക്കടത്തിൽ ഏർപ്പെടുകയും ആനകളുടെ കൊമ്പ് നേടുന്നതിനായി അവയെ കൊല്ലുകയും ചെയ്തു. 17-ാം വയസ്സിൽ വീരപ്പൻ തന്റെ ആദ്യ കൊലപാതകം നടത്തുകയും തുടർന്ന് തന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ എതിർത്തവരെ ലക്ഷ്യമിടുകയും പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരെയും വനം ഉദ്യോഗസ്ഥരെയും ഇൻഫോമേഴ്സിനെയും ഒറ്റപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്തു. കാലക്രമേണ അദ്ദേഹം അമ്മാവിൽ നിന്ന് അകന്നു. മറ്റു വേട്ടക്കാരുമായി ചേർന്ന് 25 വർഷത്തിനിടെ 2000 തൊട്ട് 3000 വരെ ആനകളെ കൊല്ലുകയും ചെയ്തു. 1972-ൽ അദ്ദേഹം ആദ്യമായി അറസ്റ്റിലായി. ആളുകൾ തന്നോട് അസൂയപ്പെടാൻ തുടങ്ങിയതായും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ കൊല്ലാൻ വേട്ടക്കാരെ പോലും നിയമിച്ചതായും ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. വീരപ്പൻ പറയുന്നതനുസരിച്ച് തന്നെ കൊല്ലുന്നതിൽ വിജയിച്ചാൽ അവരുടെ എല്ലാ കേസുകളും ഒഴിവാക്കുമെന്ന് ജില്ലാ ഫോറസ്റ്റർ വേട്ടക്കാർക്ക് വാഗ്ദാനം നൽകിയിരുന്നു. രോഷാകുലനായ അയാൾ ആ ഉദ്യോഗസ്ഥരോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തു. തന്റെ ആളുകളോടൊപ്പം കാത്തുനിന്ന അവരെ വെടിവെച്ച് വീഴ്ത്തുകയും കൊന്ന് കാവേരി നദിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അത്രയ്ക്കുണ്ടായിരുന്നു അയാളുടെ പക. ചെറുപ്പം മുതലേ മദ്യത്തിൽ നിന്നും സ്ത്രീകളുമായുള്ള ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ വീരപ്പൻ ഉറച്ച തീരുമാനമെടുത്തു. കാരണം അത് തന്റെ ജീവിതത്തിലെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതും ദോഷകരവുമായ ഘടകങ്ങളായി അദ്ദേഹം കണക്കാക്കി. എന്നാൽ മുത്തുലക്ഷ്മി എന്ന പെൺകുട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുകയും പ്രതിരോധിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടും വീരപ്പൻ അവളുടെ ഗ്രാമത്തിൽ പതിവായി സന്ദർശിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വീരപ്പന്റെ പതിവ് സാന്നിധ്യം ശ്രദ്ധിച്ച മുത്തുലക്ഷ്മി അദ്ദേഹത്തിന്റെ വലിയ മീശ, തീവ്രമായ നോട്ടം, ഗ്രാമീണർക്കിടയിൽ ബഹുമാനവും ഭയവും ഉളവാക്കുന്ന അന്തരീക്ഷം എല്ലാം അവളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. എന്നാൽ വീരപ്പനുമായുള്ള മുത്തുലക്ഷ്മിയുടെ ബന്ധത്തെ മുത്തുലക്ഷ്മിയുടെ മാതാപിതാക്കൾ പിന്തുണച്ചിരുന്നില്ല. അവർ തമ്മിലുള്ള കൂടുതൽ അടുപ്പം നിരുത്സാഹപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ അവൾ ഇതിനകം തന്നെ തന്റെ ബന്ധുക്കളിൽ ഒരാളുമായി വിവാഹ നിശ്ചയം നടത്തിയതായി അവളുടെ പിതാവ് വീരപ്പനെ അറിയിച്ചു. ഇതറിഞ്ഞിട്ടും വീരപ്പൻ പിന്മാറാൻ ഉദ്ദേശമില്ലായിരുന്നു. വീരപ്പനും മുത്തുലക്ഷ്മിയും ഒളിച്ചോടാൻ തീരുമാനിക്കുകയും 1990 ജനുവരിയിൽ ഒരു വനക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകുകയും ചെയ്തു. കുറച്ചു കാലം അവർ കാട്ടിൽ ഒരുമിച്ച് താമസിച്ചു. മുത്തുലക്ഷ്മി ഗർഭാവസ്ഥയുടെ 8 മാസം മുഴുവൻ അവിടെ ചെലവഴിച്ചു. അവളുടെ പ്രസവം അടുത്തപ്പോൾ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മടങ്ങാൻ അവൾ തീരുമാനിച്ചു. മുത്തുലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഭയന്ന് പിതാവ് അവളെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൾ പോലീസിന് കീഴടങ്ങാൻ തീരുമാനിച്ചു. തൽഫലമായി അവളെ ഒരു വനിതാ ഹോസ്റ്റലിൽ പ്രവേശിപ്പിക്കുകയും അവിടെ അവൾ പിന്നീട് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ ശൈലേന്ദ്രബാബു എന്ന ഉദ്യോഗസ്ഥൻ കുട്ടിക്ക് വിദ്യാറാണി എന്നോ വിജയലക്ഷ്മി എന്നോ പേരിട്ടു. നെരുപ്പൂരിലെ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചെങ്കിലും അവളുടെ ചലനങ്ങൾ അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഒരു ദിവസം വീരപ്പന്റെ കൂട്ടാളികളിൽ ഒരാൾ ബന്ധുവാണെന്ന് നടിച്ച് മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ വരികയും വീരപ്പന്റെ സന്ദേശം മുത്തുലക്ഷ്മിക്ക് കൈമാറുകയും ചെയ്തു. കുഞ്ഞിനെ മാതാപിതാക്കളോടൊപ്പം ഏൽപ്പിച്ചിട്ട് കാട്ടിലേക്ക് മടങ്ങാൻ വീരപ്പൻ മുത്തുലക്ഷ്മിയെ അറിയിച്ചു. എന്നാൽ മുത്തുലക്ഷ്മിക്ക് തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. ഏതാനും മാസങ്ങൾ വീരപ്പന്റെ ആജ്ഞയെ അവർ പ്രതിരോധിച്ചെങ്കിലും വനത്തേക്കാൾ ഗ്രാമത്തിൽ തന്റെ കുട്ടിക്ക് മികച്ച ഭാവി ഉണ്ടാകുമെന്ന് അവർ ഒടുവിൽ മനസ്സിലാക്കി. ഒരു രാത്രി കുഞ്ഞിനെ കൂട്ടാതെ നെരുപ്പൂർ വിട്ട് വീരപ്പനുമായി കാട്ടിൽ വീണ്ടും ഒന്നിച്ചു. വീരപ്പനും കർണാടക പോലീസും തമ്മിലുള്ള ആദ്യ ഏറ്റുമുട്ടൽ 1983 ഓഗസ്റ്റ് 27-ന് കുടക് ജില്ലയിലെ പൊന്നമ്പേഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാവുകാൽ വനപ്രദേശത്താണ് നടന്നത്. ആനകളെ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ നടന്ന ഈ ഏറ്റുമുട്ടലിൽ KM പൃഥ്വി എന്ന ഫോറസ്റ്റ് ഗാർഡിന് ദാരുണമായ ജീവൻ നഷ്ടപ്പെട്ടു. പോലീസിനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നേരെയുള്ള വീരപ്പന്റെ ആക്രമണത്തിന്റെ ആദ്യ സംഭവമായിരുന്നു ഇത്. തുടർന്ന് 1986 ഓഗസ്റ്റ് 26-ന് മൈസൂർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലഗൌഡാന കട്ടയിൽ മറ്റൊരു മാരകമായ ഏറ്റുമുട്ടൽ നടന്നു. ഈ സംഭവത്തിനിടയിൽ വീരപ്പനും കൂട്ടാളികളും സിദ്ധരാമ നായിക് എന്ന മറ്റൊരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ചു കൊന്നു. 1986-ൽ വെടിക്കോപ്പുകൾ വാങ്ങാൻ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ കർണാടക പോലീസ് അദ്ദേഹത്തെ പിടികൂടി. തുടർന്ന് മൈസൂരിലെ ഫോറസ്റ്റ് സെൽ പോലീസ് സൂപ്രണ്ടിന് കൈമാറി.
വീരപ്പന് താമസിയാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തി. താൻ കസ്റ്റഡിയിലായിരുന്നപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിക്കുകയും മോചിപ്പിച്ചത് ദൈവത്തിന്റെ സഹായം മൂലമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തുവെന്ന് വീരപ്പൻ അവകാശപ്പെട്ടു. ഈ അനുഭവം ഗവൺമെന്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ എന്നേക്കുമായി മാറ്റിമറിച്ചു. താമസിയാതെ കാട്ടാനകളുടെ എണ്ണത്തിൽ ഉണ്ടായ ആശങ്കാജനകമായ ഇടിവ് സംരക്ഷണവാദികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുകയും പ്രതിഷേധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി കർണാടക സർക്കാർ വന പട്രോളിംഗ് ശ്രമങ്ങൾ ശക്തമാക്കി. മാത്രമല്ല, ആനക്കൊമ്പ് വ്യാപാരത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ വീരപ്പനെ തന്റെ ആനക്കൊമ്പ് വിൽക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ആഭ്യന്തര നിരോധനം ഏർപ്പെടുത്താൻ ഇന്ത്യയെ നിർബന്ധിതരാക്കി. തൽഫലമായി അദ്ദേഹവും കൂട്ടാളികളും മാസങ്ങളോളം വനത്തിലെ കിഴങ്ങുകളിലും വേരുകളിലും അതിജീവിച്ച് ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു. തന്റെ നിരാലംബമായ അവസ്ഥ മറച്ചുവെക്കാൻ, ആളുകളുടെ നോട്ടം ഒഴിവാക്കാൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചു. തന്റെ മുൻകാല സമ്പത്തും മറ്റുള്ളവർക്ക് എണ്ണമറ്റ സഹായങ്ങളും ഉണ്ടായിരുന്നിട്ടും ഒരു യാചകനായി കണക്കാക്കപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ വീരപ്പന് കഴിഞ്ഞില്ല. നിയമവിരുദ്ധമായ ആനവേട്ട പുനരാരംഭിക്കുകയും ഗണ്യമായ ലാഭം നേടുകയും നിരവധി ആളുകളെ ഈ ജോലിക്കായി റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നതുവരെ അദ്ദേഹം ഒരു വർഷം ഈ രീതിയിൽ ജീവിച്ചു. പണം ഒഴുകിയെത്തിയതോടെ ആനുകൂല്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും തേടി തന്റെ പ്രദേശത്ത് പതിവായി വരുന്ന ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം വലിയ കൈക്കൂലി വാഗ്ദാനം ചെയ്യാൻ തുടങ്ങി. സമ്പത്തിന്റെ ഈ വരവ് വീരപ്പനെ കൂടുതൽ ശാക്തീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രീതി തേടിയ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും അദ്ദേഹത്തെ സ്വാധീനമുള്ളവനാക്കുകയും ചെയ്തു. എന്നാലും തന്നെ എതിർക്കാൻ ധൈര്യപ്പെട്ടവരോട് അദ്ദേഹം ഒരു ദയവും കാണിച്ചില്ല. തന്റെ ലക്ഷ്യങ്ങളെ പിന്തുടർന്ന് ആനകളെ വേട്ടയാടിയ അതേ ക്രൂരതയോടെ അദ്ദേഹം തുടർന്നു. അവരുടെ ചലനങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച അദ്ദേഹം സങ്കീർണമായ കെണികൾ ആവിഷ്കരിക്കുകയും തന്റെ ആക്രമണങ്ങൾ ക്രൂരമായ കൃത്യതയോടെ നടപ്പിലാക്കുകയും ചെയ്തു. 1987 മുതൽ 1989 വരെ അദ്ദേഹം വനം ഉദ്യോഗസ്ഥരുടെയും എതിരാളികളുടെയും നിരവധി കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തു. ഈ കൊലപാതക പരമ്പരയിലുടനീളം അദ്ദേഹം തന്റെ ശത്രുക്കളെ ദരിദ്രരെ അടിച്ചമർത്തുന്നവരായി ചിത്രീകരിക്കുകയും അവരുടെ രക്ഷകനായി സ്വയം അവതരിപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും രാഷ്ട്രീയക്കാരെ പിന്തുണയ്ക്കുന്നത് തന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഗുണം ചെയ്യില്ലെന്ന് അദ്ദേഹം ശക്തമായി വിശ്വസിച്ചു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഒഴിവാക്കാനുള്ള തന്റെ ചില തന്ത്രങ്ങൾ വീരപ്പൻ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. തന്നെ പിടികൂടുമെന്ന് നിരന്തരം അവകാശപ്പെട്ട് STF 15 ദിവസം ബോധിമലയെ വളഞ്ഞതെങ്ങനെയെന്ന് അദ്ദേഹം വിവരിച്ചു. പക്ഷേ അവർക്ക് ബോധിമലയിലെ മരങ്ങളെ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എന്നിരുന്നാലും അദ്ദേഹം സവിശേഷമായ ഒരു ധർമ്മസങ്കടം നേരിട്ടു. അവർ വനത്തിൽ താമസിക്കുമ്പോൾ തന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ കുഞ്ഞിന്റെ കരച്ചിൽ അവരുടെ സ്ഥാനം വെളിപ്പെടുത്തുകയും അവരുടെ സുരക്ഷയെ അപകടത്തിലാക്കുകയും ചെയ്യുമെന്ന് വീരപ്പൻ മനസ്സിലാക്കി. ഈ അപകട സാധ്യത ലഘൂകരിക്കുന്നതിന് ഒരു അഭിഭാഷകൻ വഴി പോലീസിന് കീഴടങ്ങാൻ അദ്ദേഹം ഭാര്യയോട് നിർദ്ദേശിച്ചു. ഭാര്യ ഗർഭിണിയായതിനു ശേഷം കീഴടങ്ങാൻ വീരപ്പൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. വീരപ്പൻ തന്നെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചതാണെന്ന് അവൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഈ തന്ത്രം കൊണ്ട് അധികാരികൾ അവൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്നും സംരക്ഷണത്തിനായി അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നും ഉറപ്പാക്കി. കൂടാതെ വീരപ്പൻ ഭാര്യയ്ക്ക് ഒരു വാഗ്ദാനം നൽകി. 7-8 മാസങ്ങൾക്ക് ശേഷം അവളെ തന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് അയാൾ അവൾക്ക് ഉറപ്പു നൽകി. ഈ വാഗ്ദാനം നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ പോലീസുകാരുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോയി പകരത്തിന് തന്റെ ഭാര്യയെ തിരികെ നൽകാൻ അവരെ ഭീഷണിപ്പെടുത്താമെന്നും അയാൾ തീരുമാനിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം വീരപ്പന്റെ ഭാര്യയെ അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുവന്നു. വീരപ്പന്റെ പ്ലാൻ പ്രകാരം മുത്തുലക്ഷ്മി വീരപ്പനുമായി വനത്തിലേക്ക് പോയി. 1987 തമിഴ്നാട്ടിലെ സത്യമംഗലം താലൂക്കിൽ നിന്നുള്ള ഫോറസ്റ്റ് ഓഫീസറായ ചിദംബരത്തെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി വീരപ്പൻ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഈ ഹീനമായ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ഇന്ത്യൻ സർക്കാരിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ചിദംബരനാഥന്റെ ബന്ധുക്കളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും 1000 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് വീരപ്പൻ തന്റെ നടപടികൾ കൂടുതൽ ശക്തമാക്കി. 1987 DCAF ചിക്കമംഗളൂരിലേക്ക് സ്ഥലം മാറ്റിയ ശേഷം ശ്രീനിവാസ് എന്ന വനം ഉദ്യോഗസ്ഥൻ സത്യമംഗലം റേഞ്ചിലെ ഫോറസ്റ്റ് ഓഫീസറായ ചിദംബരത്തിന്റെ കൊലപാതകം അന്വേഷിക്കുന്നതിൽ പ്രാദേശിക ഭരണകൂടത്തെ സഹായിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. വീരപ്പന്റെ ജന്മഗ്രാമമായ ഗോപിനാഥത്തിൽ വിവരദാതാക്കളുടെ ഒരു ശൃംഖല വികസിപ്പിക്കാൻ ശ്രീനിവാസ് ധീരമായ നടപടികൾ സ്വീകരിച്ചു. ദുഃഖകരമെന്ന് പറയട്ടെ, വീരപ്പൻ ക്രൂരമായി പ്രതികരിച്ചു. ഇൻഫോമേഴ്സിനെ നിശബ്ദരാക്കുകയും അവരുടെ തലകൾ ഗ്രാമത്തിന് മുന്നറിയിപ്പായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. തന്റെ സംഘത്തിന്റെ നിർബന്ധപ്രകാരം വീരപ്പൻ അന്നത്തെ തമിഴ്നാട് STF SP സഞ്ജയ് അറോറയുമായി ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് ചർച്ചകൾ അവസാനിപ്പിക്കുകയും ഒളിവിൽ പോകുകയും ചെയ്തു. വീരപ്പൻ കീഴടങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും ഒരു വ്യവസ്ഥയായി പൊതുമാപ്പ് നേടണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. തമിഴ്നാടും കർണാടകയും ഉൾപ്പെട്ട ഒരു സഹകരണ STF ഓപ്പറേഷനിൽ DSPയും ബന്ധുക്കളും വിജയകരമായി രക്ഷപ്പെട്ടതോടെയാണ് ബന്ദികളാക്കിയ സാഹചര്യം അവസാനിച്ചത്. സംഭവത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പ്രദേശവാസികളിൽ നിന്ന് ചിദംബരത്തെക്കുറിച്ച് അന്വേഷിച്ചതെങ്ങനെയെന്ന് വീരപ്പൻ വിവരിച്ചു. ഇരുണ്ട നിറമുള്ള ഒരു കാട്ടുപോത്തിനോട് സാമ്യമുള്ളതായി വിശേഷിപ്പിച്ചുകൊണ്ട് അവർ ചിദംബരത്തിന്റെ രൂപത്തെക്കുറിച്ച് വിശദാംശങ്ങൾ നൽകി. വിധിയുടെ ഒരു വഴിത്തിരിവിലൂടെ ചിദംബരം വീരപ്പന്റെ പാത മറികടന്നു. മരണത്തിന്റെ ദേവനായ യമൻ തന്റെ
പാപങ്ങൾക്ക് നീതി നേരിടാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നുവെന്ന് കൊള്ളക്കാരന് തോന്നി. പ്രകോപിതനായ വീരപ്പൻ ചിദംബരത്തെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഉദ്യോഗസ്ഥൻ ഒരു മരം പോലെ ഉറച്ചു നിന്നു. അപ്പോൾ കോപത്താൽ വീരപ്പൻ ചിദംബരത്തിന്റെ മുഖത്ത് ശക്തമായ പ്രഹരമേൽപ്പിക്കുകയും അത് അദ്ദേഹത്തെ വീഴ്ത്തുകയും ചെയ്തു. തുടർന്ന് ചിദംബരത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ അദ്ദേഹം തന്റെ കൂട്ടാളികളോട് നിർദ്ദേശിക്കുകയും അവർ അദ്ദേഹത്തിന്റെ തലയും നെഞ്ചും നിരന്തരം ആക്രമിക്കുകയും ചെയ്തു. ചിദംബരത്തിന്റെ മരണം സ്ഥിരീകരിച്ച വീരപ്പൻ മർദ്ദനം നിർത്താൻ അവരോട് ഉത്തരവിട്ടു. 1991 നവംബറിൽ വീരപ്പൻ പാണ്ടില്ലപ്പള്ളി ശ്രീനിവാസൻ എന്ന മുതിർന്ന IFS ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തി മറ്റൊരു കുറ്റകൃത്യം ചെയ്തു. 1986 വീരപ്പനെ വിജയകരമായി അറസ്റ്റ് ചെയ്ത ആദ്യത്തെയും ഏക വ്യക്തിയുമായിരുന്നു ശ്രീനിവാസ് എന്നത് ശ്രദ്ധേയമാണ്. അറസ്റ്റിനെ തുടർന്ന് വീരപ്പനെ ചോദ്യം ചെയ്യലിനായി ചാമരാജനഗര ഡിവിഷനിലെ ബുഡിപ്പടക ഫോറസ്റ്റ് റെസ്റ്റ് ഹൌസിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ലഭിച്ച വിലപ്പെട്ട വിവരങ്ങൾ കർണാടക, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ സംഘത്തിന്റെ ഒളിത്താവളങ്ങൾ നിരവധി റെയ്ഡുകൾ നടത്താൻ ശ്രീനിവാസനെ പ്രേരിപ്പിച്ചു. ശ്രീനിവാസൻ വളരെ ശ്രദ്ധിച്ചിട്ടും തന്റെ റെയ്ഡുകളിലൊന്ന് നടത്തുമ്പോൾ വീരപ്പന് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അത് ശ്രീനിവാസന്റെ തെറ്റല്ലെങ്കിലും രക്ഷപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം അയാൾക്ക് അനുഭവപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. മറ്റ് സുരക്ഷിതമായ ജോലികൾ തിരഞ്ഞെടുക്കാമായിരുന്നെങ്കിലും വീരപ്പനെ പിന്തുടരാൻ അദ്ദേഹത്തിന്റെ ശക്തമായ കടമബോധം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അതേസമയം വീരപ്പൻ താൻ അനധികൃതമായി സമ്പാദിച്ച സ്വത്തിന്റെ ഒരു ഭാഗം ഗ്രാമവാസികൾക്ക് വിതരണം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ തന്റെ പിടി കൂടുതൽ ശക്തമാക്കി. സംഭവങ്ങളുടെ ദാരുണമായ ഒരു വഴിത്തിരിവിൽ വീരപ്പന്റെ അക്രമത്തിന് ഇരയായ ശ്രീനിവാസ് 1991 നവംബറിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ അസാധാരണമായ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അംഗീകാരമായി 1992 അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കീർത്തിചക്ര നൽകിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീനിവാസിനെ മരണാനന്തര ബഹുമതിയായി ആദരിച്ചു. നേരത്തെ ചിദംബരത്തിനൊപ്പമുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെയും വീരപ്പന്റെ സംഘം ആക്രമിക്കുകയും കല്ലെറിഞ്ഞു വീഴ്ത്തുകയും ചെയ്തു. പക്ഷേ അപ്രതീക്ഷിതമായി വീരപ്പൻ അവരെ ജീവിക്കാൻ അനുവദിച്ചു. ചിദംബരത്തെയും മറ്റു 2 ഉദ്യോഗസ്ഥരെയും മോഷ്ടിച്ച ചന്ദനത്തടിക്കൊപ്പം തീ കൊളുത്താൻ അദ്ദേഹത്തിന്റെ സംഘം നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം അത് തമാശയായി കണ്ടെത്തി. അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ചന്ദനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് അത് നിരസിച്ചു. 1993 വീരപ്പനും ഭാര്യ മുത്തുലക്ഷ്മിയും തങ്ങളുടെ 3ാമത്തെ മകളുടെ മാതാപിതാക്കളായി. എന്നാൽ വീരപ്പൻ തന്റെ 3ാമത്തെ മകളുടെ ജനനം ശുഭമായി കണക്കാക്കിയിരുന്നില്ല. ഏകദേശം അതേസമയം വീരപ്പൻ തന്റെ താവളം സ്ഥാപിച്ച കാട്ടിലേക്ക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അധിനിവേശം ആരംഭിച്ചു. തന്റെ ഒളിത്താവളം കണ്ടെത്താൻ STFനെ സഹായിക്കാൻ സാധ്യതയുള്ളതിനാൽ നവജാത ശിശുവിന്റെ കരച്ചിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നം സൃഷ്ടിച്ചു. ഈ അപകട സാധ്യത ഇല്ലാതാക്കാൻ തന്റെ മകളെ പ്രസവിക്കാൻ സഹായിച്ച തന്റെ താവളത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയോട് ശിശുവിന് എരിക്കുംപൂവ് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് ആ കുഞ്ഞിന്റെ മരണത്തിന് കാരണമായി. ആ സ്ത്രീ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ബേസ് ക്യാമ്പിന് സമീപം സംസ്കരിക്കുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ എക്സാമിനർ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയപ്പോൾ കുഴിച്ചിട്ട മൃതദേഹം കണ്ടെത്തി. പോലീസ് ജീപ്പിൽ യാത്ര ചെയ്തതിന് സ്വന്തം ഗ്രാമത്തിൽ നിന്നുള്ള ഒരാളെ വീരപ്പൻ കൊലപ്പെടുത്തിയപ്പോൾ അത് സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും കൊടുക്കാത്ത വീരപ്പന്റെ ക്രൂരത എടുത്തു കാണിച്ചു. സംശയാസ്പദമായ പോലീസ് ഇൻഫോർമർമാരെ അദ്ദേഹം പതിവായി ലക്ഷ്യമിടുകയും കൊല്ലുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ പിടികൂടാനുള്ള ദൗത്യം കൂടുതൽ സങ്കീർണമാക്കി. ഈ മേഖലയിലെ രാഷ്ട്രീയ അസ്ഥിരത വീരപ്പന് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ നൽകുകയും സംസ്ഥാനങ്ങൾക്കിടയിലെ അധികാര പരിധിയിലുള്ള പ്രശ്നങ്ങൾ അതിർത്തി കടക്കാനുള്ള പോലീസ് ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. 2ാമത്തെ ഏറ്റുമുട്ടലിനെ തുടർന്ന് പോലീസിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരായ വലിയ ആക്രമണങ്ങളിൽ താൽക്കാലികമായ ഒരു ഇടവേളയ്ക്ക് ശേഷം വീരപ്പൻ 1990 ഏപ്രിൽ 9 ഹൊഗ്ഗിനക്കലിന് സമീപം വീണ്ടും ആക്രമിക്കുകയും ദിനേശ്, ജഗന്നാഥ്, രാമലിംഗു എന്നിവരുൾപ്പെടെ നിരവധി സബ് ഇൻസ്പെക്ടർമാരെ പതിയിരുന്ന് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തു. 1992 ഓഗസ്റ്റ് 14 രാമപുരയ്ക്കും മിന്യത്തിനും ഇടയിൽ നിയമപാലകരെ പതിയിരുന്ന് വീഴ്ത്തി വീരപ്പൻ തന്റെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിലൊന്ന് സംഘടിപ്പിച്ചു. മൈസൂർ ഡിസ്ട്രിക്ട് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് T. ഹരികൃഷ്ണ, സബ് ഇൻസ്പെക്ടർമാരായ ഷക്കീൽ അഹമ്മദ്, മറ്റ് 4 ഓഫീസർമാരായ ബെനകൊണ്ട, CM കാളപ്പ, സുന്ദര, MB അപ്പാച്ചു എന്നിവരുൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥരുടെ നിഷ്കരുണം കൊലപാതകത്തിന് ഈ ക്രൂരമായ സംഭവം കാരണമായി. 1992 തുടക്കത്തിൽ ധീരനായ കർണാടക സൂപ്രണ്ട് ഹരികൃഷ്ണയെ വീരപ്പനെ പിടികൂടാനുള്ള ചുമതല ഏൽപ്പിച്ചു. ഇൻസ്പെക്ടർ ഷക്കീൽ അഹമ്മദിനൊപ്പം പ്രവർത്തിച്ച ഹരികൃഷ്ണ വീരപ്പന്റെ ക്രിമിനൽ ശൃംഖലയിൽ നുഴഞ്ഞു കയറുന്നതിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. മുമ്പത്തെ ഏറ്റുമുട്ടലിൽ വീരപ്പന്റെ പ്രധാന ലഫ്റ്റനന്റ്മാരിൽ ഒരാളെ പോലും ഇല്ലാതാക്കി. എന്നിരുന്നാലും വീരപ്പൻ മാരകമായ ശക്തിയോടെ തിരിച്ചടിച്ചു. തന്റെ എതിരാളികളെ മറികടക്കാൻ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യാനും അത്ഭുതപ്പെടുത്താനുമുള്ള തന്റെ അചഞ്ചലമായ കഴിവ് പ്രകടിപ്പിച്ചു. തന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായ ഹരികൃഷ്ണയെ പിടികൂടാൻ വീരപ്പൻ തന്ത്രപൂർവ്വം ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി. ആനക്കൊമ്പ് വാങ്ങുന്നയാളാണെന്ന് നടിച്ച് അയാളെ ആകർഷിക്കാൻ വീരപ്പൻ ഒരാളെ അയച്ചു. അത് ഒരു സാധാരണ വ്യാപാരി മാത്രമാണെന്ന് കരുതി താൻ ഒരു വലിയ തെറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാതെ തന്ത്രത്തിന് വഴങ്ങി ആ സംഘത്തെ കാണാൻ ഹരികൃഷ്ണ കൂടെ പോയി. ഹരികൃഷ്ണയുടെ വരവിനായി കാത്തിരുന്ന വീരപ്പനും സംഘവും കല്ലുകൾ ഉപയോഗിച്ച് റോഡിൽ തടസ്സം സൃഷ്ടിച്ചു. ടാക്സിയിൽ അടുത്തെത്തിയപ്പോൾ വീരപ്പനും സംഘവും ക്രൂരമായി ആക്രമിക്കുകയും അദ്ദേഹത്തെയും
കൂടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും കൊല്ലുകയും ചെയ്തു. 1992 ഫെബ്രുവരിയിൽ വീരപ്പന്റെ ലഫ്റ്റനന്റ് ഗുരുനാഥനെ പിടികൂടുന്നതിൽ കർണാടക ടാസ്ക് ഫോഴ്സ് വിജയിച്ചു. SI ഷക്കീൽ അഹമ്മദ് ഈ നീക്കത്തിൽ നിർണായക പങ്കുവഹിച്ചു. എന്നിരുന്നാലും 3 മാസത്തിനു ശേഷം കൊല്ലഗലിലെ രാമപുര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് വീരപ്പൻ തിരിച്ചടിച്ചു. അതിന്റെ ഫലമായി നിരവധി പോലീസുകാർ കൊല്ലപ്പെടുകയും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ വീരപ്പൻ SI ഷക്കീൽ അഹമ്മദിനെ മാരകമായ കെണിയിൽ കുടുക്കി. ഇത് മറ്റ് 5 നിയമനിർവഹണ ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ ഉദ്യോഗസ്ഥന്റെ മരണത്തിലേക്ക് നയിച്ചു. തുടർന്ന് കർണാടക, തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുകൾ ഇരു സംസ്ഥാനങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിലും വീരപ്പന്റെ ജന്മസ്ഥലമായ ഗോപിനാഥം ഗ്രാമത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും തിരച്ചിൽ ശക്തമാക്കി. സഞ്ജയ് അറോറയുടെയും ശങ്കർ ബിദാരിയുടെയും നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ വീരപ്പന്റെ സംഘത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും 5 അംഗങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്തു. വീരപ്പനെ പിന്തുടരുമ്പോൾ ഗോപിനാഥത്തിലെ ഗ്രാമവാസികളുമായി അധികൃതർ കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തെ പിടികൂടുന്നതിലേക്ക് നയിക്കുന്ന ഏത് വിവരങ്ങൾക്കും 5 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു. വീരപ്പനെ സഹായിച്ചെന്നാരോപിച്ച് 1993 വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിയെ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പിന്നീട് എല്ലാ കുറ്റങ്ങളിൽ നിന്നും അവളെ കുറ്റവിമുക്തയാക്കി. തിരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാർക്ക് കാട്ടുയുദ്ധത്തിൽ വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇത് തന്നെ പിടികൂടാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. പ്രത്യേക പരിശീലനത്തിന്റെ അഭാവം കുറ്റവാളിയെ പിടികൂടാനുള്ള ചുമതല കൂടുതൽ സങ്കീർണമാക്കി. കൂടാതെ വീരപ്പനെ പിന്തുടരുമ്പോൾ കർണാടകയിലെ വനം വകുപ്പും പോലീസും തമ്മിൽ വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഈ വിഭജനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ആത്യന്തികമായി വീരപ്പന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററായ P. ശ്രീനിവാസിന്റെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ശ്രീനിവാസ് തന്റെ ജോലിയെ ചിട്ടയോടെയും ഉത്സാഹത്തോടെയും സമീപിച്ചു. 1993 ഓഗസ്റ്റിൽ ഗണപതി നന്ദി ബെണ്ടേക്കല്ലിലെ ഈശ്വരയ്ക്കടുത്തുള്ള ശങ്കരമലൈ വനങ്ങളിൽ വീരപ്പൻ സംഘവുമായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വെടിവെപ്പിൽ ഏർപ്പെട്ടു. ഈ ഏറ്റുമുട്ടലിൽ വീരപ്പന്റെ 9 കൂട്ടാളികൾ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. 1993 ഒക്ടോബറിനും 1996 മെയ് മാസത്തിനും ഇടയിൽ ഗാർക്കെ കിണ്ടി, കരികല്ലുഗുഡ, ചങ്ങടി, ചിന്നാരിഹള്ള, ഗിണ്ടിക്കാട്, കുരുമണ്ടെ, കുമ്പരുണ്ടി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ പോലീസും വീരപ്പന്റെ സംഘവും തമ്മിലുള്ള തുടർ ഏറ്റുമുട്ടലുകൾ 11 സംഘാംഗങ്ങളുടെ മരണത്തിലേക്ക് നയിച്ചു. 1993 മെയ് 24 തലബെറ്റയ്ക്കും MM ഹിൽസ് റോഡിനും ഇടയിലുള്ള രംഗസ്വാമി വോഡുവിന് സമീപമുള്ള മറ്റൊരു മാരകമായ ആക്രമണത്തിൽ വീരപ്പൻ സംഘം KM ഉത്തപ്പ, പ്രഭാകര, പൂവയ്യ, മച്ചയ്യ, സ്വാമി, നരസപ്പ ഉൾപ്പെടെ 6 പോലീസുകാരെ ക്രൂരമായി വെടിവെച്ചു കൊന്നു. ഈ ഏറ്റുമുട്ടലിൽ അന്നത്തെ STF കമാൻഡർ ഗോപാൽ B. ഹൊസൂറിന് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും വീരപ്പൻ സംഘത്തിലെ 8 അംഗങ്ങളെ കൊല്ലാൻ പോലീസിന് കഴിഞ്ഞു. 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന വീരപ്പൻ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കുപ്രസിദ്ധ കൊള്ളക്കാരനായ വീരപ്പനെ പിടികൂടാൻ കർണാടക, തമിഴ്നാട് സർക്കാരുകൾ പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിച്ചു. ഈ നടപടി അദ്ദേഹത്തെ വളരെയധികം പ്രകോപിപ്പിക്കുകയും 1993 പാലാ സ്ഫോടനം എന്നറിയപ്പെടുന്ന വിനാശകരമായ സംഭവത്തിലേക്ക് നയിക്കുകയും ചെയ്തു. വീരപ്പന്റെ സംഘം ഈ സംഭവത്തിൽ കുഴിബോംബുകൾ പ്രയോഗിച്ചു. അതിന്റെ ഫലമായി 22 പേർ കൊല്ലപ്പെട്ടു. ഇത് വീരപ്പന്റെ ഏറ്റവും മാരകമായ ആക്രമണമായി മാറി. പാലാ സ്ഫോടനത്തിൽ വർദ്ധിച്ചു വരുന്ന മരണസംഖ്യ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പുനഃസംഘടിപ്പിക്കാൻ സർക്കാരുകളെ നിർബന്ധിതരാക്കി. ഇത് ഒടുവിൽ സംഘത്തിന്റെ ശക്തിയെ ദുർബലപ്പെടുത്തുകയും ഒടുവിൽ 2004 വീരപ്പന്റെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 1993 ഏപ്രിൽ 8 മേട്ടൂരിലെ ഗോവിന്ദ പാടിയിൽ പോലീസ് ഇൻഫോമർ എന്ന് സംശയിക്കുന്ന ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ടതോടെയാണ് പാലാ സ്ഫോടനത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ക്രമം ആരംഭിച്ചത്. ഈ സംഭവത്തോടുള്ള പ്രതികരണമായും പോലീസിനെ ധിക്കരിച്ചും വീരപ്പന്റെ സംഘം അദ്ദേഹത്തെ പിടികൂടണമെന്ന് അധികാരികളെ പരസ്യമായി വെല്ലുവിളിച്ചു. പ്രതികരണമായി IPS ഓഫീസർ K. ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ 41 പോലീസുകാരും ഫോറസ്റ്റ് സ്റ്റാഫുകളും അടങ്ങുന്ന സംഘം കൊല്ലഗലിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള MM ഹിൽസിലെ പാലാറിലെ അവരുടെ താവളത്തിൽ നിന്ന് പുറപ്പെട്ടു. സംഘം അറിയാതെ വീരപ്പൻ അവരുടെ വഴിയിൽ തന്ത്രപരമായി കുഴിബോംബുകൾ സ്ഥാപിച്ചു. സംഘം 2 ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെടുകയും 2 വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയും ചെയ്തു. അവരുടെ ബസ് സുരക്കമടുവിന് സമീപമുള്ള കുഴിബോംബുകൾക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ വീരപ്പന്റെ സംഘത്തിലെ അംഗമായ സൈമൺ ബദയ്യ ജെലാറ്റിൻ സ്റ്റിക്കുകൾ വെച്ച് ശക്തമായ സ്ഫോടനമുണ്ടാക്കി ബസ് നിരവധി അടി അകലേക്ക് എറിയപ്പെട്ടു. നിർഭാഗ്യവശാൽ ഈ സ്ഫോടനത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 5 പോലീസുകാർ, 17 വനം ഉദ്യോഗസ്ഥർ, ഇൻഫോമർമാർ എന്നിവരുൾപ്പെടെ 22 പേർ മരിച്ചു. വിനാശകരമായ സ്ഫോടനത്തിൽ കർണാടക പോലീസ് ഉൾപ്പെടെ സംഘത്തിലെ മറ്റ് 13 അംഗങ്ങൾക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് വീരപ്പന്റെ സംഘത്തിലെ അംഗങ്ങൾ വനത്തിനുള്ളിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് നിന്ന് ടീമിനെ ആക്രമിച്ചു. സ്വയം പ്രതിരോധത്തിലും കുറ്റവാളികൾ അവരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും മോഷ്ടിക്കുന്നത് തടയുന്നതിനും പോലീസ് തിരിച്ചടിച്ചു. ഈ സംഘർഷത്തിനിടയിൽ സ്ഫോടന സമയത്ത് ജീപ്പിന്റെ ഫുട്ബോർഡിൽ ഉണ്ടായിരുന്ന തമിഴ്നാട് IPS ഓഫീസർ K. ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് വലിച്ചെറിയപ്പെടുകയും തലയ്ക്കും കാലുകൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഗുരുതരമായ പരിക്കുകളിൽ നിന്ന് കരകയറാൻ അദ്ദേഹം 9 ശസ്ത്രക്രിയകൾക്ക് വിധേയനായി. പാലാ സ്ഫോടനം നിയമനിർവഹണ ഉദ്യോഗസ്ഥരിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരിലും
കാര്യമായ സ്വാധീനം ചെലുത്തുകയും ജീവൻ നഷ്ടപ്പെടുകയും പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. ഇത് വീരപ്പനെ പിടികൂടാനുള്ള അധികാരികളുടെ ദൃഢനിശ്ചയം ശക്തമാക്കി. ഗുരുതരമായ പരിക്കുകളിൽ നിന്ന് 18 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കെ ഗോപാലകൃഷ്ണൻ ഡ്യൂട്ടിയിലേക്ക് മടങ്ങിയെത്തുകയും പിന്നീട് 2008 DIG ആയി വിരമിക്കുകയും ചെയ്തു. പാലാ സ്ഫോടന കേസിന്റെ അന്വേഷണത്തിനിടയിൽ മാരകമായ സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ വിചാരണ ചെയ്യുന്നതിൽ ഗോപാലകൃഷ്ണന്റെ ദൃക്സാക്ഷി വിവരണം നിർണായക പങ്കുവഹിച്ചു. വീരപ്പൻ, മുത്തുലക്ഷ്മി, കോലത്തൂർ മണി, റിപ്പോർട്ടർ S. ശിവസുബ്രഹ്മണ്യം എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. വിചാരണയെ തുടർന്ന് മുത്തുലക്ഷ്മി, കോലത്തൂർ മണി എന്നിവരെ കുറ്റവിമുക്തരാക്കുകയും വീരപ്പന്റെ സംഘത്തിലെ 7 പേരെ ശിക്ഷിക്കുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികളിൽ 4 പേർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയും അവരുടെ ജീവപര്യന്തം ശിക്ഷ വധശിക്ഷയായി മാറുകയും ചെയ്തു. ജ്ഞാനപ്രകാശ്, വീരപ്പന്റെ മൂത്ത സഹോദരൻ, ബിലവേന്ദ്രൻ, സൈമൺ, മിസേക്കർ മതയ്യ എന്നീ 4 പ്രതികൾ വധശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി. 2000 ജൂലൈ 30 വീരപ്പൻ കന്നഡ നടൻ രാജ്കുമാറിന്റെ ഫാം ഹൌസിന് നേരെ സായുധ ആക്രമണം നടത്തി. രാത്രി 9:30 വീരപ്പൻ 10-12 സായുധരായ ഒരു സംഘത്തോടൊപ്പം രാജ്കുമാറിന്റെ ഫാം ഹൌസിൽ അതിക്രമിച്ചു കയറിയാണ് ആക്രമണം നടത്തിയത്. 2000 ജൂലൈ 27 മുതൽ പുതിയതായി നിർമ്മിച്ച വീട്ടിൽ ഹൌസ് വാമിംഗ് ചടങ്ങിനായി നടൻ ഗജാനൂരിലായിരുന്നു. രാജ്കുമാർ അത്താഴം കഴിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം നടന്നത്. വീരപ്പനും സംഘവും ബലമായി ഫാം ഹൌസിൽ പ്രവേശിച്ചു. ഇത് സംഘർഷഭരിതവും അപകടകരവുമായ സാഹചര്യത്തിലേക്ക് നയിച്ചു. തമിഴ്നാട്ടിലെ ഗജാനൂരിലെ ഫാം ഹൌസിൽ രാജ്കുമാർ കുടുംബം ടെലിവിഷൻ കാണുമ്പോഴാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നതെന്ന് നടൻ രാജ്കുമാറിന്റെ ഭാര്യ പർവതമ്മ രാജ്കുമാർ പറഞ്ഞു. വീരപ്പൻ വീട്ടിൽ പ്രവേശിച്ച് കന്നഡയിൽ "ഞങ്ങൾക്ക് സാർ വേണം" എന്ന് പറഞ്ഞ് രാജ്കുമാറിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അവർ രാജ്കുമാറിനെ പുറത്ത് മഴയിലേക്ക് കൊണ്ടുപോയി വീട്ടിലുണ്ടായിരുന്ന മറ്റു വ്യക്തികളെക്കുറിച്ച് ചോദ്യം ചെയ്തു. സംഭവത്തെ തുടർന്ന് വീരപ്പൻ വീട്ടിലേക്ക് തിരികെ പ്രവേശിക്കുകയും രാജ്കുമാറിന്റെ മരുമകൻ SA ഗോവിന്ദരാജ്, മറ്റൊരു ബന്ധു നാഗേഷ്, അസിസ്റ്റന്റ് ഫിലിം ഡയറക്ടറായ നാഗപ്പ എന്നിവരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഒടുവിൽ മോചിതനാകുന്നതുവരെ രാജ്കുമാർ 108 ദിവസത്തെ വീരപ്പന്റെ തടവിൽ കഴിഞ്ഞു. തട്ടിക്കൊണ്ടുപോകലിനിടെ തമിഴ്നാട് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ M. ബാലചന്ദ്രനും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കമാൻഡർ ഹർഷവർദ്ധൻ രാജുവും ഗജനൂറിലെ രാജ്കുമാറിന്റെ ഫാം ഹൌസിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ അകലെയുള്ള ഡിംബത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. വീരപ്പൻ ഡിംബത്തിലെ ഒരു ഹിന്ദു ക്ഷേത്രം സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ പിടികൂടാനുള്ള ശ്രമത്തിൽ അവർ ഒരു കെണി സംഘടിപ്പിച്ചു. 2000 നവംബർ 15 108 ദിവസം തടവിൽ ചെലവഴിച്ച ശേഷം രാജ്കുമാറിനെ വീരപ്പൻ ഒടുവിൽ മോചിപ്പിച്ചു. ഇത് ബഹുമാന്യനായ നടനും കുടുംബത്തിനുമുണ്ടായ വേദനാജനകമായ അഗ്നിപരീക്ഷയുടെ അവസാനമായി അടയാളപ്പെടുത്തി. രാജ്കുമാറിന്റെ മോചനം ഗണ്യമായ ചിലവിലാണ് വന്നത്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ നൽകിയ പണം ഇപ്രകാരമായിരുന്നു. 2 തവണ 5 കോടി അയച്ചത് അന്നത്തെ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണ. കൂടാതെ അധികമായി DIG ജയപ്രകാശ് വഴി 5 കോടി രൂപ അയച്ചു. 1 കോടി രൂപ രാജ്കുമാറിന്റെ ഭാര്യ പർവതമ്മ രാജ്കുമാർ ചെന്നൈയിലേക്ക് കരുണാനിധിയുടെ വീട്ടിലെത്തിച്ചു. രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ഇരു പ്രദേശങ്ങളിലും ഒരു സെൻസിറ്റീവ് സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. 2001 കർണാടക, തമിഴ്നാട് സർക്കാരുകൾ വീരപ്പനെ പിടികൂടുന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് 2 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. അത് പിന്നീട് 2003 5 കോടി രൂപയായി ഉയർത്തി. 1996 മുതൽ 1999 വരെ കാർഷിക വിപണന മന്ത്രിയായി സേവനമനുഷ്ഠിച്ച മുൻ കർണാടക മന്ത്രിയായിരുന്ന H. നാഗപ്പയെ 2002 ഓഗസ്റ്റ് 25 വീരപ്പൻ ചാമരാജനഗര ജില്ലയിലെ വസതിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് വീരപ്പനും കൂട്ടാളികളും വൈകുന്നേരം നാഗപ്പയുടെ ഫാം ഹൌസ് സന്ദർശിച്ചു. വീട്ടുമുറ്റത്തെ ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നാഗപ്പയുടെ തോക്കുധാരി വേഗത്തിൽ പ്രതികരിക്കുകയും നാഗപ്പയെ ഒരു മുറിയിൽ പൂട്ടുകയും ചെയ്തു. എന്നിട്ടും വീരപ്പനും കൂട്ടാളികളും വീടിന്റെ ജനൽച്ചില്ല് തകർത്ത് അകത്ത് കടക്കുകയായിരുന്നു. 2022 ഓഗസ്റ്റ് 25 H. നാഗപ്പയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ വീരപ്പനും സംഘവും നാഗപ്പയുടെ തോക്കുധാരിയെ കീഴടക്കുകയും പൂട്ട് തകർക്കുകയും അംഗരക്ഷകനായ നാഗപ്പയെയും മറ്റൊരു വ്യക്തിയെയും ബന്ദികളാക്കുകയും ചെയ്തു. നാഗപ്പയെ മോചിപ്പിക്കണമെന്ന് ഭാര്യ പരിമള വീരപ്പനോട് അപേക്ഷിച്ചെങ്കിലും അവരുടെ അപേക്ഷകൾക്ക് ഉത്തരം ലഭിച്ചില്ല. നാഗപ്പ തടവിൽ തുടർന്നു. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ വീരപ്പന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കി. ഇത് രാജ്കുമാറിന്റെ മോചനത്തിനായി നൽകിയ മോചനദ്രവ്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗണ്യമായ തുക കണ്ടെത്തുന്നതിന് കാരണമായി. H. നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത പൊതു അസ്വസ്ഥതയ്ക്ക് കാരണമാകുകയും അതിന്റെ ഫലമായി ഹാനൂർ പോലീസ് സ്റ്റേഷനു നേരെ ആക്രമണം നടക്കുകയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ചാമരാജനഗരത്തിൽ നിന്ന് അധിക സേനയെ വിന്യസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ കൊള്ളേഗലിലേക്കുള്ള യാത്രാമധ്യേ തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സും ആക്രമിക്കപ്പെട്ടു. ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല. വീരപ്പന്റെ നിരന്തരമായ അന്വേഷണത്തിനുടനീളം കർണാടക പോലീസ് അദ്ദേഹത്തിനും കൂട്ടാളികൾക്കുമെതിരെ മൊത്തം 62 കേസുകൾ ഫയൽ ചെയ്യുകയും ഇതിൽ 60 കേസുകളിൽ സമർപ്പിക്കുകയും ചെയ്തു. ഈ കേസുകളിൽ ഭൂരിഭാഗവും രാമപുരയിലും MM ഹിൽസ് പോലീസ് സ്റ്റേഷനുകളിലുമാണ് രജിസ്റ്റർ ചെയ്തത്. സംഘത്തിന്റെ 5 ടൺ സ്ഫോടക വസ്തുക്കളും 120 തോക്കുകളും
പിടിച്ചെടുക്കാനും നശിപ്പിക്കാനും കഴിഞ്ഞ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ശ്രദ്ധേയമായ കാര്യക്ഷമത പ്രകടിപ്പിച്ചു. 1993 ഫെബ്രുവരി മുതൽ 1996 ജൂൺ വരെ STFന്റെ തലവനായിരുന്ന ബിദാരി പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും വീരപ്പൻ സംഘത്തിന്റെ ശക്തി 6 അംഗങ്ങളാക്കി കുറയ്ക്കുകയും ചെയ്തു. ഈ നിർണായക ഘട്ടത്തിൽ STFന്റെ ആദ്യ മുഴുവൻ കമാൻഡറായി സേവനമനുഷ്ഠിച്ച ബിദാരി വീരപ്പനെ പിടികൂടാനുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ നിർണായക പങ്കുവഹിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള LTTE അനുഭാവിയായ TS മണി വീരപ്പനെ തമിഴ് തീവ്രവാദികളുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഈ കാലയളവിൽ കർണാടകയിൽ നിന്നുള്ള മറ്റ് LTTE അനുകൂല ഘടകങ്ങളും വീരപ്പനെ സന്ദർശിച്ചു. പിന്നീട് തമിഴ്നാടും കർണാടകയും വീരപ്പനെതിരെ പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചപ്പോൾ തമിഴ് തീവ്രവാദികൾ കാട്ടിൽ നിന്ന് പിന്മാറി. 1997 വീരപ്പന്റെ സംഘം വന്യജീവി ഫോട്ടോഗ്രാഫർമാരായ സേനാനിയെയും കൃപാകരനെയും തട്ടിക്കൊണ്ടുപോയി. മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവത്തിൽ വീരപ്പന്റെ സംഘം കർണാടകയിൽ നിന്നുള്ള 9 വനം ഉദ്യോഗസ്ഥരെ ബുറുഡ് വനത്തിൽ തട്ടിക്കൊണ്ടുപോയി വധിച്ചു. 1997 കൊല്ലകാല താലൂക്കിലെ പുറുടെ വനങ്ങളിലെ മരപ്പാലയിൽ 9 വനം ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയ വീരപ്പൻ അവരെ മോചിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയായി സർക്കാർ ഔദ്യോഗികമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും 7 ആഴ്ചത്തെ തടവിന് ശേഷം വീരപ്പന്റെ ആവശ്യങ്ങൾക്ക് ഇളവുകളൊന്നും നൽകാതെ ബന്ദികളെ ഒടുവിൽ മോചിപ്പിച്ചു. 1998 തട്ടിക്കൊണ്ടുപോകൽ തുടർന്ന വീരപ്പന്റെ സംഘം പ്രൊഫസർ കൃഷ്ണസ്വാമി, AS മണി, പയ്യുംപൂളി, റിച്ചാർഡ് മോഹൻ എന്നിവരുൾപ്പെടെ നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി. എന്നിരുന്നാലും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ ഒരു കോംബിംഗ് ഓപ്പറേഷനിലൂടെ അവരെ ഒടുവിൽ വിട്ടയച്ചു. ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ ചില പ്രവർത്തനങ്ങൾ കാരണം വീരപ്പന് ആധുനിക കാലത്തെ റോബിൻഹുഡ് വ്യക്തിത്വം എന്ന നിലയിൽ കുറച്ച് പിന്തുണ ലഭിച്ചു. അദ്ദേഹം തന്റെ ഗ്രാമത്തിൽ ഒരു സ്കൂളും ഡിസ്പെൻസറിയും സ്ഥാപിക്കുകയും ഒരു ക്ഷേത്രം നവീകരിക്കുകയും ഭക്ഷണ സാധനങ്ങൾക്ക് പകരമായി ഗ്രാമവാസികൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. ഒരു പോലീസ് സ്റ്റേഷൻ റെയ്ഡ് ചെയ്ത് ഉറങ്ങിക്കിടന്ന 5 പോലീസുകാരെ ക്രൂരമായി കൊലപ്പെടുത്തി ചില STF ഉദ്യോഗസ്ഥർ നടത്തിയ അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യാനും വീരപ്പൻ ശ്രമിച്ചു. 2004 ഒക്ടോബർ 18 ഓപ്പറേഷൻ കൊക്കൂൺ എന്ന STF ഓപ്പറേഷനിൽ ബാലിസ്റ്റിക് ട്രോമയിലൂടെ വീരപ്പൻ മരണത്തിന് കീഴടങ്ങി. വീരപ്പനെ പിടികൂടുകയെന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ ഒരു പ്രധാന രഹസ്യ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ കൊക്കൂൺ. സർക്കാർ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സാധാരണക്കാരെയും തട്ടിക്കൊണ്ടു പോകുന്നതും കൊലപ്പെടുത്തുന്നതും ഉൾപ്പെടെ വീരപ്പനും സംഘവും വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും അതിക്രമങ്ങൾക്കും പ്രതികരണമായിരുന്നു ഈ ഓപ്പറേഷൻ. അദ്ദേഹത്തിന്റെ ഭീകരഭരണം അവസാനിപ്പിക്കാൻ വീരപ്പൻ പ്രവർത്തിച്ചിരുന്ന വനപ്രദേശങ്ങളിൽ പ്രത്യേക സേനയും കമാൻഡോകളും ഉൾപ്പെടെ 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ STF വിന്യസിച്ചു. ഓപ്പറേഷൻ കൊക്കൂണിന്റെ വിജയം സൂക്ഷ്മമായ രഹസ്യാന്വേഷണ ശേഖരണത്തിലും വീരപ്പന്റെ അടുത്ത കൂട്ടാളികളായ ചീഫ് ലഫ്റ്റനന്റ് സേത്തുക്കുളി ഗോവിന്ദൻ, മറ്റൊരു പ്രമുഖ അംഗമായ ക്യാപ്റ്റൻ മാരിയപ്പൻ എന്നിവരെ പിടികൂടുന്നതിലും അധിഷ്ഠിതമായിരുന്നു. നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിയും അവരുടെ മകളും 2004 പിടിക്കപ്പെട്ടത്. വീരപ്പന്റെ വനങ്ങളിലെ രഹസ്യ സ്ഥലങ്ങളിലേക്ക് STFനെ നയിക്കുന്നതിൽ മുത്തുലക്ഷ്മി നിർണായക പങ്കുവഹിച്ചു. ഗോത്രവർഗ്ഗക്കാരുടെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ വീരപ്പന്റെ ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറി. വീരപ്പന് വനമേഖലയെക്കുറിച്ചുള്ള വിപുലമായ അറിവ് ഉള്ളതിനാൽ അയാളെ കാട്ടിൽ നിന്ന് പുറത്തെത്തിക്കാൻ അവർ പദ്ധതിയിട്ടു. പോലീസ് വിവരണം അനുസരിച്ച് ഈ പ്രവർത്തനത്തിന് 10 മാസത്തെ ആസൂത്രണം ആവശ്യമായിരുന്നു. എക്സിക്യൂഷൻ നടപ്പാക്കാൻ 3 ആഴ്ച വേണ്ടിവന്നെങ്കിലും അവസാന ഓപ്പറേഷൻ 45 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. വീരപ്പൻ കറങ്ങി നടക്കുന്നതായി കരുതപ്പെടുന്ന ഗ്രാമങ്ങളിൽ STF ഉദ്യോഗസ്ഥർ, വഴിയോര കച്ചവടക്കാർ, കൊത്തുപണിക്കാർ, ലോക്കൽ സർവീസ് ജീവനക്കാർ എന്നീ നിലകളിൽ നുഴഞ്ഞു കയറി. കാലക്രമേണ വാർദ്ധക്യവും കൂട്ടാളികളുടെ മരണങ്ങളും കാരണം അദ്ദേഹത്തിന്റെ സംഘം 4 ആയി ചുരുങ്ങിയിരുന്നു. വീരപ്പൻ തന്റെ കണ്ണിന് വൈദ്യചികിത്സ ലഭിക്കുന്നതിനായി സൗത്ത് ആർക്കോട്ടിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നതിനാൽ വനം വിടേണ്ടി വന്നു. ഓപ്പറേഷൻ നടന്ന ദിവസം വീരപ്പനെ കാട്ടിൽ നിന്ന് ധർമ്മപുരി ജില്ലയിലെ പാപ്പിരപ്പട്ടി ഗ്രാമത്തിൽ നിലയുറപ്പിച്ച ആംബുലൻസിലേക്ക് കൊണ്ടുപോയി. ഇത് യഥാർത്ഥത്തിൽ ഒരു പോലീസ് വാഹനമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സംഘത്തിൽ നുഴഞ്ഞു കയറിയ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. 35 ഉദ്യോഗസ്ഥരുടെ ഒരു സേനയെ ഗ്രാമത്തിൽ വിന്യസിച്ചിരുന്നു. ചിലർ റോഡിൽ സുരക്ഷാ ടാങ്കറുകളിൽ ഒളിച്ചിരുന്നു. മറ്റുള്ളവർ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്നു. ആംബുലൻസിന്റെ ഡ്രൈവറും ഒരു പോലീസുകാരനും ആസൂത്രണം ചെയ്തതുപോലെ രക്ഷപ്പെട്ടു. വീരപ്പനും അയാളുടെ ആളുകൾക്കും ആദ്യം മുന്നറിയിപ്പ് നൽകുകയും പിന്നീട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. അവർ അത് നിരസിക്കുകയും STF ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. STF ഗ്രനേഡുകളും തോക്കുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു. വീരപ്പൻ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അവരെ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനിരുന്ന ആംബുലൻസിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ഓപ്പറേഷനു ശേഷം 12 ബോർ റെമിംഗ്ടൺ പമ്പ് ആക്ഷൻ ഗൺ, 2 AK-47, ഒരു സെൽഫ് ലോഡിംഗ് റൈഫിൾ, 2 ഹാൻഡ് ഗ്രനേഡുകൾ, 3.5 ലക്ഷം രൂപ എന്നിവ STF കണ്ടെത്തി. നെറ്റിയിലും ഇടുപ്പിലും വാരിയെല്ലിലും 3 വെടിയുണ്ടകളുടെ മുറിവുകൾ പോലീസ് പുറത്തുവിട്ട ഫയൽ ഫോട്ടോയിൽ കാണാം. അദ്ദേഹത്തിന്റെ മൃതദേഹം ധരംപുരി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരുന്നത്. നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ മൃതദേഹം
കാണാൻ ശ്രമിച്ചെങ്കിലും അത് അനുവദിച്ചില്ല. ആശുപത്രിക്ക് പുറത്തുള്ള ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് നന്നേ ബുദ്ധിമുട്ടി. വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി ശവസംസ്കാരത്തെ അനുകൂലിക്കാത്തതിനാൽ ശവസംസ്കാരത്തെക്കുറിച്ച് ഒരു വിവാദമുണ്ടായിരുന്നു. മൃതദേഹം വീരപ്പന്റെ സഹോദരന്റെ വീട്ടിൽ വെക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അന്ത്യകർമ്മങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച തിരഞ്ഞെടുപ്പും തീരുമാനവും കുടുംബത്തോടൊപ്പമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധനായ നിയമവിരുദ്ധരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന വീരപ്പൻ നിഗൂഢതയും കുപ്രസിദ്ധിയും ധിക്കാരവും നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചത്. തമിഴ്നാട്, കർണാടക, കേരളം എന്നിവിടങ്ങളിലെ ഇടതൂർന്ന വനങ്ങളിലുടനീളമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിയമപാലകരിലും പ്രാദേശിക സമൂഹങ്ങളിലും മായാത്ത മുദ്ര പതിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വേട്ടയാടലും കള്ളക്കടത്തും വന്യജീവികളെയും പരിസ്ഥിതിയെയും നശിപ്പിച്ചപ്പോൾ പതിറ്റാണ്ടുകളായി പിടിക്കപ്പെടുന്നത് ഒഴിവാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഭരണത്തിലെയും സുരക്ഷയിലെയും വിടവുകൾ എടുത്തു കാണിക്കുന്നു. വിപുലമായ ഒരു പോലീസ് ഓപ്പറേഷനിലൂടെ 2004 വീരപ്പന്റെ പതനം ഇന്ത്യയുടെ ചരിത്രത്തിലെ നാടകീയമായ ഒരു അധ്യായത്തിന്റെ അവസാനമായി അടയാളപ്പെടുത്തി. അനിയന്ത്രിതമായ ചൂഷണത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കഥയായും അത്തരം വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്നതിലെ നിയമപാലകരും സാമൂഹിക വെല്ലുവിളികളും തമ്മിലുള്ള സങ്കീർണമായ സന്തുലിതാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലായും അദ്ദേഹത്തിന്റെ ജീവിതം പ്രവർത്തിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.